SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആരാധനായ ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി. രാഷ്ട്രീയ കേരളത്തിന് അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ പ്രത്യേകിച്ച് മുഖവുരയുടെയൊന്നും ആവശ്യമില്ല. സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ വീണ്ടും ചർച്ചകളിൽ വളരെ സജീവമാണ് നായർ ഈഴവ ഐക്യം എന്നുള്ളത്. ഇടക്കാലത്ത് താങ്കളുടെ വലിയ സ്വപ്നമായിരുന്നു. കുറേയേറെ മുമ്പോട്ട് പോയി 2 വട്ടം അതിനെക്കുറിച്ചുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷേ പല ഘട്ടങ്ങളിൽ അത് പ്രതിസന്ധികൾ തട്ടി തകരുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും അത്തരം ഒരു ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കാനിടയുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഈ ശക്തിയുള്ളവർ എല്ലാം ഉള്ളവർ, ശക്തിഹീനർ സർവഹീനർ, ശക്തി നേടാൻ സംഘടിക്കുക. അതായത് ശക്തിയുള്ളവർ എല്ലാം ഉള്ളവരായി മാറുന്നു, ശക്തിഹീനർ സർവഹീനർ. അതിൽ നിന്നൊരു മോചനം നേടാൻ എന്താ വേണ്ടത്? ശക്തരാകാൻ നമ്മൾ ശ്രമിക്കണം. ആ ഒരു വിചാരം തന്നെ ശക്തിയുള്ളവർ ഇന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ പങ്കാളിത്തത്തിൽ നിന്നുകൊണ്ട് അവരും എടുത്തുകൊണ്ട് പോകുമ്പോൾ അസംഘടിതമായി നിൽക്കുന്ന ഭൂരിപക്ഷം ഇന്ന് നിഷ്ക്രിയരായി നോക്കി നിൽക്കേണ്ട ഒരു ദുരവസ്ഥ. അപ്പോൾ അതിന് പരിഹാരം എന്താണ്? ശക്തരാകാൻ നമുക്ക് സാധിക്കണം. ആ ഒന്നാണ്. അപ്പോൾ മറ്റൊരു ആരുടെ അവകാശങ്ങളും പിടിച്ചു പറ്റാനില്ല. ഈ ശക്തിയില്ലാത്ത സർവഹീനരായ എല്ലാത്തിൽ നിന്നും അകറ്റപ്പെട്ട നീതി നിഷേധിക്കപ്പെട്ട ആ വിഭാഗത്തിൻ്റെ ഒരു കൂട്ടായ്മ. അത് നായർ ഈഴവ ഐക്യം മാത്രമല്ല ഞങ്ങളുടെ അജണ്ട. SNDP യോഗത്തിൻ്റെ അജണ്ട എന്ന് പറഞ്ഞാൽ ആദിവാസി തൊട്ട് നമ്പൂതിരി വരെയുള്ള ഇവരുടെ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ പരമലക്ഷ്യം. ആദ്യപടി എന്ന നിലയിൽ ഞങ്ങൾ പണ്ട് നായരും ഈഴവരും മെജോറിറ്റിയുള്ള 2 സമുദായം എന്ന നിലയിൽ ഞങ്ങൾ തമ്മിൽ ഒരു ഐക്യശ്രമം നടത്തി. അത് ഒരു ഇടയ്ക്ക് വെച്ച് പാളിപ്പോയി. പലപ്പോഴും ഇതുപോലെ ഇതും പാളിയിട്ടുണ്ട്. ശങ്കർ സാറിൻ്റെ കാലത്തും പാളിയിട്ടുണ്ട്, മന്നത്തിൻ്റെ കാലത്തും പാളിയിട്ട് അങ്ങനെ എത്രയോ പാളിച്ചകൾ പല രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും പല പാളിച്ചകളും പലർക്കും പറ്റിയിട്ടുണ്ട്. ഈ പാളിച്ചകളെല്ലാം കൊണ്ട് ഒരു അനുഭവം ഞങ്ങളുടെ ഗുരുവായി മുമ്പിൽ നിൽക്കുകയാണ്. ആ അനുഭവം ഞങ്ങളെ ഗുരുവായി നിൽക്കുകയും ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പാളാത്ത യോജിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് കുറ്റങ്ങളും കുറവുകളും പണ്ട് പറ്റിയത് എവിടെയാണ് ആ കുഴപ്പം, അല്ലെങ്കിൽ എവിടെയാണ് കുറവ്, ആ കുറവെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് ഇനി കുറ്റമറ്റ രീതിയിൽ മുമ്പോട്ട് പോകുവാനുള്ള ഒരു കാഴ്ചപ്പാട് ആണ് ഇപ്പോൾ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഐക്യത്തിന് വേണ്ടി മുൻകൈ എടുത്തത് NSSൻ്റെ ഭാഗത്തു നിന്നായിരുന്നോ SNDPയുടെ ഭാഗത്തു നിന്നായിരുന്നു? ആര് മുമ്പിലെടുത്തു ആര് പുറകിലെടുത്തു എന്നുള്ള ഒരു വാദത്തിനുള്ള പ്രസക്തിയില്ല. കാരണം രണ്ടുപേരുടെ മനസ്സിലും ഈ ആശയം മുളച്ച് ശക്തമായി അവരുടെ മനസ്സിൽ മാത്രമല്ല അനുയായികളിലും വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടം ഒരു നിമിത്തമായി വന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആര് മുൻകൈ എടുത്തു എന്ന് ഒരവകാശപ്പെടാൻ ഞാൻ തയ്യാറല്ല. ഞങ്ങളാണ് മുൻകൈ എടുത്തെന്ന് പറയുന്നതിനകത്തും എനിക്ക് യാതൊരു വിഷമവുമില്ല. ശ്രീ നാരായണ പണിക്കരുടെ കാലഘട്ടത്തിൽ അദ്ദേഹം NSS ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുടക്കം. വളരെയേറെ മുന്നോട്ട് പോയി. പക്ഷെ അന്നത് തട്ടിത്തേർന്നപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു അദ്ദേഹത്തിനോടൊപ്പമുള്ള ഒരാളായിരുന്നു അതിൻ്റെ തകർച്ചയ്ക്ക്, അന്ന് പ്രതിസന്ധിക്ക് കാരണമായി നിന്നു എന്നുള്ളത്. അന്ന് താങ്കൾ സൂചിപ്പിച്ച ആളാണ് ഇന്ന് NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ശ്രീ സുകുമാരൻ നായർ. എങ്ങനെ ഒത്തുപോകാൻ കഴിയും? അതുകൊണ്ട് തന്നെയാണ് നല്ലപോലെ ഒത്തുപോകാൻ സാധിക്കുന്നത്. കാരണം അന്ന് നാരായണ പണിക്കർ ഉണ്ടായിരുന്നു. പക്ഷേ അന്നും നാരായണ പണിക്കർ ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ പണിക്കർ ചേട്ടാന്ന് ഞാൻ പറയാറുള്ളത്, ഒരിക്കലും പണിക്കരെന്ന് ഞാൻ പറയാറില്ല. അവിടെ പണിക്കർ ചേട്ടൻ ഉണ്ടായിരുന്ന കാലത്താണെങ്കിലും എൻ്റെ കിങ് മേക്കർ മിസ്റ്റർ സുകുമാരൻ നായർ തന്നെയായിരുന്നു. ഇപ്പോൾ ആ കിങ് തന്നെ ഇപ്പോൾ മുമ്പ് നിൽക്കുമ്പോൾ, കിങ് മേക്കറായി നിൽക്കുമ്പോൾ എവിടെ തർക്കം? അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെല്ലാം അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും പരസ്പരം മനസ്സിലാക്കി നല്ല ഒരു പുതിയ മനസ്സും ചിന്തയും ഈ രാജ്യത്ത് ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന സമുദായ അംഗങ്ങളുടെ മനപ്രയാസവും കണ്ണീരും ദുഃഖവും ദുരിതവും തൊട്ടറിഞ്ഞ് ഞങ്ങൾക്ക് 2 കൂട്ടർക്ക് ഈഗോ ഇല്ല. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ആണ് ഞങ്ങൾ ജീവിക്കുന്നത്, മലയാളികളാണ്, മലയാളക്കരയിലാണ്. സാമൂഹ്യ നീതി ഇപ്പം തന്നെ ആൻ്റണിയുടെ സംസാരം കേട്ടില്ല അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ഈ സത്യം പണ്ട് പറഞ്ഞുകൊണ്ടല്ല അദ്ദേഹത്തിന് ഡൽഹിക്ക് പറഞ്ഞു വിട്ടത് എല്ലാവരും കൂടി. ഇന്ന് തിരിച്ചു വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞു ഒരു സമുദായത്തോടൊന്നും പ്രത്യേക പ്രതിബദ്ധത ശരിയല്ല, എല്ലാവർക്കും ഒരു നീതി പുലർത്താവുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ഷാൻഡന് പറഞ്ഞില്ലേ?
ഈ ആൻ്റണി എത്രയും മഹാനായാണ്, അദ്ദേഹം എത്രയും ഉൾക്കാഴ്ചയോടുകൂടിയാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അത് പലപ്പോഴും ഉൾക്കൊള്ളുന്നില്ല. സ്ഥാനവും കിട്ടിക്കഴിഞ്ഞാൽ, അത് ഭരണതലത്തിൽ വന്നു കഴിഞ്ഞാൽ, അത് സ്വന്തം സമുദായത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ശൈലിയാണ് ഈ രാജ്യത്ത് വരുന്നത് ഏറ്റവും അപകടം. LDF അപേക്ഷിച്ച് UDF ഘടകകക്ഷികൾ കൂടുതൽ പേരും മതപരമായ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പാർട്ടികളുള്ള മുസ്ലിം ലീഗ് ആയിരുന്നാലും കേരള കോൺഗ്രസ് ആയിരുന്നു. അതെ, അതുകൊണ്ട് തന്നെ UDF അധികാരത്തിൽ വരുമ്പോൾ പലപ്പോഴും മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും വളരെ നിർണായകമായ സ്വാധീനം ഭരണത്തിൽ പല തലങ്ങളിലും ചെലുത്താൻ കഴിയും, LDF നിന്ന് വ്യത്യസ്തമായി. പക്ഷെ അതിനവർ തെറ്റായി കാണരുത് എന്നാണ് ഈ സമുദായാംഗങ്ങൾ തന്നെ പറയുന്നത്, നേതാക്കൾ തന്നെ പറയുന്നത്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അവർ തെറ്റുപറ്റിപ്പോയി. കാരണം അവരൊന്ന് മനസ്സിലാക്കണം, അതുകൊണ്ടല്ല ഞങ്ങൾക്ക് ഇപ്പോൾ യോജിക്കണമെന്ന് തോന്നുകയും വേണ്ടി വന്നാൽ ഒരു പാർട്ടി വരെ യോജിക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ വന്നു കഴിഞ്ഞ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എന്നാൽ മുസ്ലിം കൂട്ടായ്മ. അതുകൊണ്ടാണ് ഈ മറുഭാഗത്ത് ഞങ്ങളുടെ പെട്ട ആളുകളിൽ നിന്ന് ഇന്ന് വന്നിരിക്കുകയാണ് ഹിന്ദു ലീഗ് എന്നും പറഞ്ഞൊരു പാർട്ടി ഇവിടെ ഉണ്ടാകണം. എന്നാലേ ഹിന്ദുക്കളുടെ വികാരം അറിയാൻ സാധിക്കൂ. അതും അല്ല എങ്കിൽ ഒരു പുതിയ മുഖം കൊടുത്തുകൊണ്ട് പഴയ SRPയെ ജീവിപ്പിച്ചുകൊണ്ട് വരണം, ഒരു മതേതര ചിന്തയോടുകൂടി. ഈ ചിന്ത ഉണ്ടാകാൻ കാരണം എന്താണ്? ഹസൻ പറഞ്ഞത് ഇത് തന്നെയാണ്. അതായത് മുസ്ലിം ബേസിസിൽ വന്നവർ മുസ്ലിങ്ങളെ എല്ലാം വയ്ക്കും, കേരള കോൺഗ്രസിൻ്റെ ബേസിസിൽ വന്നവർ ക്രിസ്ത്യാനികൾ വയ്ക്കും എന്ന് വെച്ചാൽ ഒന്ന് ആലോചിക്കണ്ടേ, ഇവരെല്ലാം ജയിച്ചു വന്നത് ലീഗിലെ സ്ഥാനാർത്ഥികളായി ജയിച്ചു വന്ന 20 പേരെ ലീഗിലേക്ക് മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്തിട്ടാണോ ജയിച്ചത്? ലീഗല്ലാത്ത മുസ്ലിങ്ങൾ എത്രയുണ്ട് മലപ്പുറത്ത്, അവർ വോട്ട് ചെയ്തിട്ടില്ലേ? ക്രിസ്ത്യാനികൾ എത്രയോ പേര് വോട്ട് ചെയ്തിട്ടുണ്ട്, ഹിന്ദുക്കൾ എത്രയോ പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് UDF ഭാഗമായി നിന്നിട്ടാണ് ജയിച്ചത്. അല്ലെങ്കിൽ ലീഗ് ഒറ്റക്ക് നിൽക്കട്ടെ, നിങ്ങളെല്ലാം മാറുന്നില്ല, ഞങ്ങൾ ഒറ്റക്ക് നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ എന്നൊരു അഹങ്കാരത്തോടു കൂടി അല്ലെങ്കിൽ തൻ്റെ ഇടത്തോടു കൂടി മത്സരിച്ച് ലീഗിന് എത്ര സീറ്റുകൾ മേടിക്കാൻ സാധിക്കും? കേരള കോൺഗ്രസ് എത്ര എണ്ണം മേടിക്കാൻ സാധിക്കും? പക്ഷെ അവിടെയല്ല അവർ നിൽക്കുമ്പോൾ മതേതരത്വം പറയും, ജയിച്ചു കഴിഞ്ഞാൽ മതത്തിൻ്റെ മാത്രം വക്താക്കളാകുന്നു. അത് ഇപ്പോഴേ ഉള്ളൂ, പണ്ട് അത്രയില്ലായിരുന്നു. കുഞ്ഞാലിക്കുട്ടി മാത്രമേ ഉള്ളൂ ആ കൂട്ടത്തിന്. ഒരല്പമെങ്കിലും ഒരു മതേതര ചിന്തകൾ കുറേയെങ്കിലും വേണമെന്ന് ചിന്തിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, ബാബറി മസ്ജിദ് തകർത്തപ്പോൾ ഇവിടെ അമ്പലം തകർക്കണമെന്ന് ഒരു മുസ്ലിം പറഞ്ഞില്ല, ലീഗ് പറഞ്ഞില്ല. അവരന്നും പറഞ്ഞത് ക്ഷമയോടും സഹിഷ്ണുതയോടും കൂടിയാണ് അവർ നിന്നത്. അങ്ങനെ ഒരു പാരമ്പര്യമുള്ളവരാണ്. ആ പാരമ്പര്യത്തിൽ നിന്ന് അവർ വഴുതിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ. ഇതൊക്കെ മുമ്പും ലീഗിൻ്റെ മന്ത്രിമാരിവിടെ ഉണ്ടായിട്ടുണ്ട്, മന്ത്രിസഭകൾ ഉണ്ടായിട്ടുണ്ട്, പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. ഇത്ര നഗ്നമായ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം ലീഗിൻ്റെത് ചരിത്രത്തിൽ ഇന്നുണ്ടായതുപോലെ ഉണ്ടായിട്ടില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, 38 സ്വാശ്രയ സ്കൂളുകൾ കോളേജുകൾ കൊടുത്ത് 34 സ്കൂളുകൾ ഏകപക്ഷീയമായി കൊടുക്കുന്നു. 20% പൂർവ്വകാല പ്രാബല്യത്തോടുകൂടി എഞ്ചിനീയറിംഗ് കോളേജുകൾക്കെല്ലാം അവർക്ക് പ്രത്യേക മാർക്കുകൾ കൊടുക്കുന്നു. ഇതിങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു കുത്തഴിഞ്ഞ രീതിയിൽ ഒരുപാട് ആളുകൾ ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി മാത്രം. എന്നാൽ ശങ്കർ സാർ എന്ന കാലത്ത് എങ്ങനെയായിരുന്നു? ശങ്കർ സാർ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ആ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്തും ചങ്ങനാശ്ശേരി നിന്ന് അപേക്ഷയില്ലാഞ്ഞിട്ട് ചങ്ങനാശ്ശേരിയെ അന്ന് മന്ത്രിയായിരുന്ന ഒരു നായർ സഹോദരനുണ്ട്, അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞ് ചങ്ങനാശ്ശേരി പോയി അപേക്ഷ മേടിച്ചിട്ടാൻ പറഞ്ഞു. മേടിച്ചിട്ട് വന്നിട്ട് ഞാൻ ഒപ്പിടുള്ളൂ പറഞ്ഞു. അങ്ങനെ ഒപ്പിട്ടാണ് അന്ന് കൊടുത്ത് എല്ലാവർക്കും കൊടുക്കണമെന്നുള്ള നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇവർ ചെയ്യേണ്ടത് എന്താണ്? മറ്റു സമുദായങ്ങൾ കൂടെ അറിയിച്ച് ദേ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നു, ഞങ്ങൾ കൊടുക്കുന്നു, നിങ്ങളും കൂടി അതിനകത്ത് അപേക്ഷ കൊടുത്തോളൂ എന്ന് പറയാനുള്ളൊരു ഇച്ഛാശക്തി എൻ്റെ ഉണ്ടാകേണ്ടത് ഈ കുറഞ്ഞ സമയം കൊണ്ട്. അതായത് ഈ മന്ത്രിമാർക്ക് തങ്ങളുടെ കാര്യം നോക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലാതെ പോയി. മാത്രമല്ല അവർ ആ സമുദായത്തിൻ്റെ മാത്രം മന്ത്രിമാരായി ഒതുങ്ങുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ഈ ഒരു കൊല്ലം കൊണ്ട് ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനെല്ലാം നല്ലതായി പോകണമെന്ന് വളരെ താല്പര്യമുള്ള ആളാണ്. വളരെ താല്പര്യമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വകുപ്പിന്, എൻ്റെ സുഹൃത്തെ, കേരള രാഷ്ട്രീയത്തിൽ ഒരു ആഭ്യന്തര വകുപ്പ് സ്വന്തമായി ഒഴിയേണ്ടി വന്ന ദുരവസ്ഥ വന്ന മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന് ഈ ദുരവസ്ഥ സൃഷ്ടിച്ച് അദ്ദേഹം ചെയ്ത തെറ്റുകൊണ്ടാണോ? കാരണം ഒരു മതേതര ചിന്ത ഉണ്ടാകണമെന്നും ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല ഭൂരിപക്ഷങ്ങൾക്ക് കൂടി ഒരു പരിഗണന കൊടുത്തു എന്ന് വരുത്താൻ അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്യല്ലേ ഇത്? അതാണോ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കേരളത്തിന്
ഇനി അടുത്ത ഒരു 20 വർഷത്തേക്ക് വേണ്ട വികസന പ്രവർത്തനങ്ങൾ തൻ്റെ കാലയളവിൽ തന്നെ പൂർത്തിയാക്കണം, അതുവരെ ഈ ഗവൺമെൻറ് നിൽക്കണം എന്നുള്ളത് കൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതാണെങ്കിലോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറ്റുള്ളവരെ ഒരു ഐവാഷ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊട്ടും ശരിയായില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അദ്ദേഹം അങ്ങനെ ത്യാഗം അനുഷ്ഠിക്കേണ്ട കാര്യമില്ലായിരുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞു ശക്തിയുള്ളവർ സംഘടിച്ചവർ ശക്തരായി മാറി, അവർ ശക്തി കൊണ്ട് കാര്യങ്ങൾ നേടുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥയിൽ ശരിക്കും ശക്തി ഉള്ളത് ഭൂരിപക്ഷ സമുദായങ്ങൾക്കാണ്. പക്ഷേ ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് ആ ശക്തിക്കനുസരിച്ച് സംഘടിക്കാനോ സംഘടിച്ച് അതുവഴി എന്തെങ്കിലും കാര്യം നേടാനോ ഇതുവരെ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് കാരണം ഈ ഹിന്ദു സമുദായത്തിലുള്ള ഉച്ചനീചത്വമാണ് അതിന് കാരണം. ആ ഉച്ചനീചത്വം മാറിയാൽ മാത്രമേ പരസ്പര ഉച്ചനീചത്വം, ബ്രാഹ്മണൻ എന്ന് പറയുന്ന മേൽജാതി, അതിൻ്റെ താഴെ നായർ കീഴ്ജാതി, അത് അവർ മുന്നോക്ക സമുദായം, അതിൻ്റെ ഇപ്പുറം വരെ പിന്നോക്ക ഈഴവൻ, അങ്ങനെ ഓരോ, പിന്നെ പുലയൻ, ഉള്ളയൻ, ഉള്ളാടൻ, ഇവർ പരസ്പരം യോജിക്കുകയില്ല, പരസ്പരം അംഗീകരിക്കുകയില്ല. മാത്രമല്ല ഇവരൊക്കെ തമ്മിൽ പരസ്പരമായിട്ട് നിന്നുകൊണ്ട് ഉച്ചനീചത്വം പറഞ്ഞ് അല്ലെങ്കിൽ അയിത്തം പറഞ്ഞ് അകന്നു നിൽക്കുന്ന ആ സംസ്കാരം ഹിന്ദുക്കളിൽ നിലനിൽക്കുന്നതാണ് ഇതിനെല്ലാം കുഴപ്പം. എന്നാൽ ഇതുപോലുള്ള വിഭാഗങ്ങളും മുസ്ലിങ്ങളിലുണ്ട്, ക്രിസ്ത്യാനിയിലുണ്ട്. സംവരണമുള്ള ക്രിസ്ത്യാനികളില്ലേ? ആ സംവരണം ഇല്ലാത്ത സുറിയാനി, പ്രൊട്ടസ്റ്റന്റ്, CSI ഒക്കെ ഇല്ലേ? അവരുടേതായ കാര്യം വരുമ്പോൾ ഒന്നിച്ചല്ല നിൽക്കുന്നത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യാസമുള്ള എത്രയോ ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്. അവരുടെ സമുദായത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒന്നാകുന്നു. എന്നാൽ ഹിന്ദു സമുദായത്തിൽ കൃഷ്ണനും ഗോവിന്ദനും മാധവനും ഗണപതിയും എല്ലാം ഞങ്ങൾക്ക് ഒരുപോലെയാണ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ മനസ്സിലുള്ള ഈഗോയും ഈ ഉച്ചനീചത്വങ്ങളും നിലനിൽക്കുന്നു. മുസ്ലിങ്ങളിൽ എത്ര വിഭാഗങ്ങളുണ്ട്? അവരൊക്കെ തമ്മിൽ അവരുടേതായ കാര്യം വരുമ്പോൾ ഒന്നിക്കുന്നില്ലേ? പക്ഷെ അങ്ങനെയുള്ള ഒന്നിക്കാനുള്ള ഒരു വിശാല മനസ്ഥിതി ഹിന്ദു സമൂഹത്തിലില്ലാതെ ഈ പരസ്പരമുള്ള ആ ഈഗോ ആണ് കാണുന്നത്. എന്നാലും പഴയതിനേക്കാൾ ഈഗോ ഒക്കെ മാറി കേട്ടോ. എല്ലാവരും അനുഭവ ഗുരുവായി കണ്ടുകൊണ്ട് ഈഗോ മാറി എല്ലാം താഴോട്ട് വന്നിട്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഒരു പ്രധാന പ്രശ്നമുണ്ട്. താങ്കൾ ഇതിനകത്ത് തന്നെ പറഞ്ഞ ചില സംവരണത്തിൻ്റെ ഇഷ്യൂസ്. സംവരണത്തിൻ്റെ തട്ടിൽ SNDPയും NSSും രണ്ട് ഭൂരിപക്ഷ സമുദായങ്ങൾ ഇപ്പോഴും രണ്ട് തട്ടിലാണ്. അല്ല, അതിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. അത് ഞങ്ങൾ തമ്മിൽ കൈകാര്യം ചെയ്ത് ആർക്കും ഒരു തർക്കമില്ലാത്ത വിഷമില്ലാത്ത വിധത്തിൽ ഞങ്ങൾ കൈകാര്യം ചെയ്തിരിക്കും. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, SNDPയിൽ പെടുന്ന ഭൂരിഭാഗം അംഗങ്ങൾ, അതായത് ഈഴവ സമുദായത്തിൽപ്പെട്ട SNDP ഈഴവ സമുദായത്തിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും ഒരു പരിധിവരെ പ്രോ ലെഫ്റ്റ് മൈൻഡഡ് ആണെന്നാണ് സാധാരണഗതിയിൽ പറയുന്നത്. അതുപോലെ NSSൽപ്പെട്ട ആളുകൾ കൂടുതലും പ്രോ UDF മൈൻഡ് ആണെന്നും സാധാരണഗതിയിൽ പറയപ്പെടുന്നുണ്ട്. അതെ, സാധാരണഗതി കാലങ്ങൾ ഒരുപാട് മാറ്റം വന്നില്ലേ? പണ്ട് ആളുകൾ പറയുന്നല്ലേ, ഈഴവൻ ജനിച്ചാൽ കമ്മ്യൂണിസ്റ്റ്, നായർ നശിച്ചാൽ കമ്മ്യൂണിസ്റ്റ്, ക്രിസ്ത്യാനി പിഴച്ചാൽ കമ്മ്യൂണിസ്റ്റ് എന്നൊരു നേതാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്ന് ഇവിടെ നിന്ന് അച്യുതാനന്ദൻ ജയിച്ചിരുന്നില്ല. എന്താ അച്യുതാനന്ദൻ തോറ്റുപോയി? അങ്ങനെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഈറ്റില്ലമായി നിൽക്കുന്ന ഈ മാരാരിക്കുന്ന നിയോജകമണ്ഡലത്തിൽ അച്യുതാനന്ദൻ തോറ്റുപോയിട്ട് ഒരു ക്രിസ്ത്യനായ ആളാണ് ജയിച്ചെന്നാൽ ഇവിടെ 80% ഈഴവരുള്ള സ്ഥലമാണ് കോൺഗ്രസ്സുകാരൻ ജയിച്ച്. അപ്പോൾ കാലം ഒരുപാട് മാറി, അറിവും തിരിച്ചറിവും ആളുകൾക്കൊന്നുണ്ടായി. അപ്പോൾ ഈ നിലയിൽ ഞങ്ങളെ ഈഴവൻ ജനിച്ചാൽ കമ്മ്യൂണിസ്റ്റ്, എന്നാൽ പിന്നെ അവന് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു കണ്ട് കോൺഗ്രസ്സുകാർ. കമ്മ്യൂണിസ്റ്റുകാർ പറയും അവൻ നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ടൊന്നും കൊടുക്കണ്ട എന്ന് അവരും. ഇങ്ങനെ എല്ലാം കൂടെ വന്നപ്പോൾ ഞങ്ങൾ വഴിയാധാരമായി കിടക്കുന്നു എന്നുള്ളതല്ലേ നേരെ. ഈഴവ സമുദായത്തിലും തീയ സമുദായത്തിലുള്ളവരെല്ലാം ലെഫ്റ്റ് മൈൻഡഡ് ആണ് എന്ന് ഒരു വാദഗതിക്ക് പറയാമെങ്കിൽ തന്നെയും ഇതുപോലുള്ള നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ നിങ്ങൾ എടുക്കുക. എന്തുകൊണ്ട് അല്ല രമേശ് ചെന്നിത്തല എങ്ങനെ ജയിച്ച്? അവിടെ ഈഴവർ വളരെ കൂടുതലുള്ള സ്ഥലമാണ്. അതുപോലെ ഇവിടെ അതായത് സാധാരണഗതിയിൽ ഇതുവരെ വിശ്വസിച്ചിരുന്ന പ്രമാണങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഐക്യത്തിന് അത്തരത്തിലുള്ള രാഷ്ട്രീയമായ ഒരു ബന്ധവും തടസ്സമാവില്ല. പഴയ കാലത്തെ ചിന്തകളും ഭാവനകളും മാറി ഒരു പുത്തൻ തലമുറ ഇന്ന് വന്നപ്പോൾ അവർക്ക് അറിവും തിരിച്ചറിവും എത്തിക്കഴിഞ്ഞ് ആ അറിവും തിരിച്ചറിവും വന്ന ഈ കാലഘട്ടത്തിൽ അവർ കാര്യങ്ങൾ നേരെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള ഇച്ഛാശക്തി ഇന്ന് സമുദായ അംഗങ്ങൾക്കുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞു പഴയ SRP പുനരുജ്ജീവിപ്പിക്കണമോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതല്ല, വളരെ വിശാലാടിസ്ഥാനത്തിൽ ഹിന്ദു ലീഗ് എന്നുള്ള ഒരു പാർട്ടി രാഷ്ട്രീയത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത് ആത്യന്തികമായ ഒരു തീരുമാനം തന്നെയാണോ?
SNDP യോഗം ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയില്ല. മാത്രമല്ല ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടും ഒരിക്കലും ഞാൻ വരത്തില്ല. ഞാൻ പണ്ടേ പറഞ്ഞ് എനിക്കൊരു പാർലമെൻ്ററി മോഹമുള്ള ആളല്ല. ഞാനൊരു പാർട്ടിയുടെ വക്താവായി വരാനും ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ SNDP 75 വയസ്സായി. ഈ SNDP യോഗത്തിലിരുന്ന് ഇവിടെ ഇരുന്ന് അസ്തമിക്കുക അല്ലെങ്കിൽ പുറത്തോട്ട് പോവുക എന്നുള്ളതല്ലാതെ മറ്റൊരു പാർട്ടി രൂപീകരണമായിട്ട് ഞാൻ മുമ്പോട്ട് പോകല. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ പാർട്ടിക്കാരുമുണ്ട് SNDP യോഗത്തിനകത്ത്. അപ്പോൾ ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പല ആളുകൾക്കും മറ്റു രീതിയിലുള്ള ഒരു കൂട്ടായ്മ, ഒരു പൊളിറ്റിക്കലായിട്ട് വേണമെന്നൊരു ചിന്ത വന്ന് അവർ മുമ്പോട്ട് പോയി ഒരു പിന്നോക്ക ആഭിമുഖ്യത്തോടു കൂടിയാണ് അവർ പോകുന്നതെങ്കിൽ ഞങ്ങളാരും എതിര് നിൽക്കത്തില്ല. പ്രത്യേകിച്ചും ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ ഈ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് പ്രവർത്തിക്കുവാനുള്ള കഴിവുണ്ടാകണം. ഇന്ന് ഏറെ അവഗണന വന്നൊരു സമുദായം, ആ സമുദായത്തിൽ നിന്ന് പുതിയ ചെറുപ്പക്കാർ ഏറെ വന്നപ്പോൾ അവർക്ക് രാഷ്ട്രീയ ശക്തി, ഞാൻ രാഷ്ട്രീയ ശക്തിയാകണമെന്നാണ് പറഞ്ഞെങ്കിൽ ഇന്നൊരു പൊളിറ്റിക്കൽ പവർ കൂടെ വേണം എന്ന ചിന്തയിലേക്ക് വലിയൊരു വിഭാഗം ഇന്ന് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ആ പൊളിറ്റിക്കൽ പവർ വാങ്ങിയുള്ളവരാണ് ഇന്ന് എല്ലാം ആയത്. അതായത് മുസ്ലിം ലീഗ് പൊളിറ്റിക്കൽ പവറായി, കേരള കോൺഗ്രസ് പൊളിറ്റിക്കൽ പവറായി. ഈ രണ്ട് സമുദായവും കേരളത്തിൻ്റെ സമ്പത്തെ കാർന്നു തിന്നുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഭൂരിപക്ഷ സമുദായം ഇവിടെ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുതുതായി രൂപം കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് SNDPയുടെയും NSSൻ്റെയും SNDPയോടൊപ്പം ഇപ്പോൾ സഹകരിച്ച് നിൽക്കുന്ന മറ്റ് പിന്നോക്ക സമുദായ സംഘടനകളൊക്കെ പിന്തുണ ഉണ്ടാകുമോ? പറയാൻ സാധിക്കില്ല. അത് രൂപീകരിച്ച് അവർ മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ പ്രവൃത്തിയായിട്ടും ആലോചിച്ച് പ്രവൃത്തിയുടെ ലൈൻ മനസ്സിലാക്കിയിട്ടല്ലാതെ എനിക്കിപ്പോഴേ ജനിക്കാൻ പോകുന്നൊരു കൊച്ചിന് ഇപ്പോഴേ പേരിടാൻ സാധിക്കുമോ? ഇങ്ങനൊരു ആശയം ശക്തമായിട്ട് ഇന്നുണ്ട്. ആ ആശയം ശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളൊരു സത്യം ഞാൻ താങ്കളോട് പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് സുഹൃത്തെ, ഇപ്പോൾ അതുണ്ടായി എന്ന് പറയാനൊക്കത്തില്ല. ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുക എന്നും ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ തന്നെ 13, 14, 15 തീയതികളിലും മൂന്നാറിൽ ക്യാമ്പ് നടക്കുകയാണ്. ആ മൂന്നാർ ക്യാമ്പിൽ ഈ വിഷയം ചർച്ചാ വിഷയമാകും. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും അതിനകത്ത് ഞങ്ങളുടെ ഈ യോഗ നേതൃത്വത്തിലുണ്ട്. അവരുടെ എല്ലാ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞ ശേഷം ഈ പാർട്ടി ഉണ്ടാക്കാൻ ഞങ്ങൾ കൂട്ടു നിൽക്കില്ലെങ്കിലും ഈ ആശയപരമായി യോജിക്കാൻ വരുന്ന ആരുമായിട്ടും സഹകരിച്ച് മുമ്പോട്ട് പോകാൻ SNDP ബാധ്യസ്ഥരാണ്. അല്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടായാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കേരളത്തിൽ ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF ഇതിനോടൊപ്പം നിന്നാൽ അധികാരം പങ്കിടാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എത്രയോ വർഷമായി BJPയുടെ ഒരു സീറ്റ് വേണ്ടി ശ്രമിക്കുന്നു, ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഏതെങ്കിലും ഒരു മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ നമുക്ക് ഈ 4 കൊല്ലം കഴിഞ്ഞ് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ഇപ്പോഴേ പറയാനൊക്കത്തില്ല. ഒരു പക്ഷേ ഏതെങ്കിലും മുന്നോട്ട് ചേരും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു വന്നാൽ അവൻ്റെ ശക്തി തെളിയിക്കും. ശക്തി തെളിയിച്ച് വന്ന് കഴിയുമ്പോൾ ഇവൻ ശക്തിമാനാണെന്ന് തോന്നിയാൽ പിന്നീട് വരുന്നതിൽ ഈ പറയുന്നതിൽ ആരെങ്കിലും ഏതെങ്കിലും മുന്നണിയിൽ എടുക്കും. അങ്ങനെയല്ല, ശക്തി തെളിയിച്ചാലല്ലേ ബാക്കിയുള്ളവർ അവരെ അംഗീകരിക്കുള്ളൂ. താങ്കൾ തന്നെ മുമ്പൊരിക്കൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, ഈ മലബാർ മേഖലയിൽ ഇരു മുന്നണികളിലും പെട്ട രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം പോരടിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവനുകളിൽ കൂടുതൽ ഈഴവ സമുദായത്തിൽപ്പെട്ടതാണ്. അതെ, അവർക്ക് വേണ്ടി അവരെ സംരക്ഷിക്കാനും അവരുടെ കുടുംബം നോക്കാനും പിന്നെ പലരും രംഗത്ത് വരുന്നുമില്ല എന്ന് പറഞ്ഞു. ഈ കൊലപാതക രാഷ്ട്രീയം ഇടയ്ക്കൊരു കാലഘട്ടത്തിൽ വലുതായി കൊലപാതക രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും അവസാനം സംഭവിച്ച ഒരു രാഷ്ട്രീയ കൊലപാതകം TP ചന്ദ്രശേഖരൻ്റെതാണ്. അതെ, കേരളത്തിലെ സാമാന്യ ജനങ്ങൾ വിശ്വസിക്കുന്നു അതിൻ്റെ പിന്നിൽ CPM ശക്തമായി ഉണ്ട് എന്ന്. CPM പറയുന്നു ഞങ്ങളല്ല, പാർട്ടി അല്ല എന്ന് പറയുന്നു. എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ ഇക്കാര്യം? ഞാൻ ആദ്യമേ ഒരു സത്യം പറഞ്ഞാണ്, ഈ CPM അറിഞ്ഞില്ല എന്നവർ എത്ര ഉറക്കം പറഞ്ഞാലും അത് ഇവിടുത്തെ പൊതുജനം വിശ്വസിക്കില്ല. പക്ഷേ CPMൻ്റെ കേന്ദ്ര നേതൃത്വം, സ്റ്റേറ്റിൻ്റെ കേന്ദ്ര നേതൃത്വം അറിഞ്ഞാണ് ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിൻ്റെ നടുവിൽ ഇത്തരം വൃത്തികെട്ടും ഹീനവും മൃഗീയവുമായ ഒരു പ്രവൃത്തി തലയുടെ അകത്ത് തലച്ചോറുള്ള ഒരു മനുഷ്യനും ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പിണറായി സഹാവായാലും തരക്കേടില്ല, അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായി നിൽക്കുന്ന കേന്ദ്ര നേതൃത്വം എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഉന്നത നേതാക്കന്മാർ അതിൻ്റെ പിന്നിൽ നിന്ന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടാകും എന്ന് പറഞ്ഞപ്പോഴും അതൊരിക്കലും ഉണ്ടായി കാണത്തില്ല. പ്രാദേശിക നേതൃത്വത്തിൻ്റെ വികലമായ ചിന്തയിൽ നിന്ന് രൂപമെടുത്ത ഒരു കാട്ടാളത്വമാണ് ആ കാണിച്ചത് എന്ന് പറഞ്ഞാൽ
നിഷേധിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഓരോരുത്തരും അറസ്റ്റ് ചെയ്യുമ്പോഴും നോക്കുമ്പോഴും എല്ലാം ആരാണ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി LC സെക്രട്ടറിമാരും ഒക്കെ അത് കാണുന്നത്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ പെട്ട നേതാക്കന്മാർ കൂടിയാലോചന ചെയ്തുകൊണ്ട് ചെയ്ത ഒരു കൊലയാണ് ഇതെന്ന് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന പകൽ പോലെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു പരമാർത്ഥമാണ്. CPM-നകത്ത് തന്നെ വളരെ ശക്തനായ നേതാവാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹം ഈ കൊലപാതക രാഷ്ട്രീയത്തെ മാത്രമല്ല CPM-നകത്ത് നടക്കുന്ന പലതിനെയും ശക്തമായി വെല്ലുവിളിച്ചുകൊണ്ടിപ്പോൾ രംഗത്തുണ്ട്. CPM-നകത്തുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെയാണ് അദ്ദേഹം നമ്മുടെ പ്രതിപക്ഷ നേതാവും പെരുമാറുന്നത്. VS അച്യുതാനന്ദൻ്റെ ഈ സമീപനത്തെ എങ്ങനെ കാണുന്നു? VS അച്യുതാനന്ദൻ ഒരു ബഹുജന പിന്തുണയുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തെ അംഗീകരിക്കുവാനുള്ള മനസ്സ് പിണറായി സഖാവും പാർട്ടിയെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവായി VS അച്യുതാനന്ദനും മാറിയല്ല ഈ പ്രശ്നങ്ങൾ തീർന്നു. അത് മാറാത്തതാണ് പാർട്ടി അനുസരിക്കാൻ VSഉം പാർട്ടി അദ്ദേഹത്തെ അംഗീകരിക്കുവാൻ ഉള്ള മനസ്സും പരസ്പരം കാണിച്ചാൽ ഈ പ്രതിപക്ഷ നേതാക്കന്മാർ വിമർശിക്കുന്ന പോലുള്ള വിമർശനങ്ങളൊന്നും VSൽ നിന്നുണ്ടാകുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പാർട്ടി ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അത്രത്തോളം പാർട്ടി വിരുദ്ധമായൊരു പ്രവൃത്തിയാണോ? അത് പാർട്ടിയുടെ അകത്താണ് പറയേണ്ടത്, അത് പരസ്യമായിട്ടല്ല പറയേണ്ടത്. ഒരു അച്ചടക്കമുള്ള ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ ആരും പറയാറില്ല. പക്ഷെ VSനെ കുറിച്ചൊരു സീനിയർ നേതാവായതുകൊണ്ടാണ് ഇത് കാണുന്നതും കേൾക്കുന്നതും സഹിക്കുന്നതും. 5-ാം മന്ത്രി വിവാദം ഒഴിച്ചു നിർത്തിയാൽ കഴിഞ്ഞ ഒരു വർഷത്തെ UDF ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഒരുപാട് കുറവുകളുണ്ട്. കാരണം ഈ കുറവുകളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ലീഗ് 5-ാം മന്ത്രി അതങ്ങ് പോട്ടെ നമുക്ക് വെച്ചാലും അതിന് ശേഷം വന്നതെല്ലാം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. 38 സ്കൂൾ കൊണ്ടുപോയി, 35 സ്വാശ്രയ കോളേജുകൾ അനുവദിച്ചുകൊണ്ട് പോയി. ഇങ്ങനെ ലീഗിൻ്റെ വലിയൊരു ആധിപത്യം വികസനം മലപ്പുറം മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്നുവെന്നും അതിന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അതിന് അടിമയായി നിൽക്കുന്ന ഒരു ദുരവസ്ഥ കാണുന്നു എന്ന ആ ഒരു പറച്ചിൽ സത്യമായി തോന്നുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ മലപ്പുറത്തേക്ക് മാത്രം വികസനം വലിച്ച് കൊണ്ടുപോകുന്നു. ആ വികസനം കൊണ്ടുപോകുക മാത്രമല്ല, അതൊരു പ്രത്യേക സമുദായത്തെ കേന്ദ്രീകരിച്ച് മാത്രം. അവിടെ തന്നെ ബാക്കി എല്ലാവർക്കും കൊടുക്കട്ടെ. ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു കുടിപ്പള്ളിക്കുടം പോലും ഇല്ല മലപ്പുറത്ത്. എന്നാൽ ഒന്നുമില്ലാത്തതിൻ്റെ ആളുകളല്ല ഞങ്ങൾ. എന്നാൽ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു കുടിപ്പള്ളിക്കുടം, അതല്ല ഒരു സ്വാശ്രയ ഒരു കോളേജ് ഏടുണ്ട്, അങ്ങനെ ഞങ്ങൾക്കാർക്കും വിളിച്ചു തരുന്നുമില്ല. എല്ലാവർക്കും ഒരു നീതി കിട്ടാവുന്ന രീതി. ഇപ്പം തന്നെ പറഞ്ഞില്ലേ, ലീഗ് ഭരിക്കുന്ന ആ വകുപ്പിലെ എല്ലാ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡും ഒറ്റ സമുദായത്തിൻ്റെത്. വേറെ വല്ലതുമാണെങ്കിൽ ഇപ്പം പച്ചയൊന്നും വലിയ പ്രശ്നമൊന്നുമല്ലെന്ന്. മുനീറിൻ്റെ അച്ഛൻ ഭരിക്കുന്ന കാലത്ത് പച്ച പാവാടയും വെള്ള ബ്ലൗസ് ഇട്ടുള്ള കുട്ടികളുണ്ടായിട്ട് അന്ന് ഈ പച്ച വിവാദമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ പച്ച വിവാദമായി. അന്ന് പച്ച വെച്ചപ്പോൾ ഒരു വിവാദവും ഇല്ലായിരുന്നു. ഈ പച്ചയ്ക്കൊക്കെ വിവാദം വരാൻ കാരണം മൊത്തം പച്ചയാക്കുന്നു എന്നൊരു തോന്നൽ വന്നപ്പോൾ ഇഷ്ടമില്ലാത്ത തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയുമ്പോൾ കാണുന്നതെല്ലാം വരുണ്ടവൻ ഇരുണ്ടതെല്ലാം പിശാച് എന്ന് പറഞ്ഞ പോലെ ഈ കാണുന്നതിലെല്ലാം തന്നെ ആൾക്ക് സംശയമാണ്. അപ്പോൾ ഈ മര്യാദ എന്ന് പറയുന്നത് ആ ഭാഗത്ത് കാണാതെ വരുമ്പോൾ അതൊക്കെ ഞങ്ങൾ ഒച്ചത്തിൽ പറഞ്ഞാൽ കുഴപ്പം എന്താ തെറ്റി? അത് പറയാതിരിക്കുന്നതല്ലേ തെറ്റി? അവരെന്ത് ചെയ്താലും അതിനെ കണ്ണോടച്ച് നിൽക്കുന്നതാണോ ശരി, നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള ഇച്ഛാശക്തി ഞങ്ങൾക്ക് വേണ്ടേ? അതല്ലെങ്കിൽ ഞങ്ങൾക്ക് നീതി എവിടെ നിന്ന് കിട്ടും? അല്ല അടിയും കൊണ്ട് തൊഴിയും കൊടുത്ത് ഇങ്ങനെ ചവിട്ടും കൊടുത്ത് എന്നും കിടന്നാൽ മതിയാ. പക്ഷേ ഈ സർക്കാർ നടപ്പാക്കുന്ന വൻകിട പദ്ധതികളുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞമായിരുന്നാലും സ്മാർട്ട് സിറ്റി ആയിരുന്നാലും മോണോ റെയിലായിരുന്നാലും മെട്രോ റെയിലായിരുന്നാലും ഇതുപോലത്തെ വൻകിട പദ്ധതികൾ അടുത്തൊരു 10-20 വർഷത്തേക്ക് കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ വലിയ പദ്ധതികൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സംഭാവനയായി വരും. അതൊക്കെ കറക്റ്റാണ്. അതൊക്കെ നിങ്ങൾ പറയും. ഇപ്പോൾ മെട്രോ ഭയങ്കര വലിയൊരു കാര്യമാണ്. അതുപോലെ സ്മാർട്ട് സിറ്റി, വിഴിഞ്ഞം ഹാർബർ, ഇതൊക്കെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങുകയാണെങ്കിലും അവർക്കതൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ അത് വളരെ സ്പീഡ് നടത്തുവാനുള്ള ഒരു ഇച്ഛാശക്തി ഈ ഗവൺമെൻറ് കാണിക്കുന്നുണ്ട്. അത് വന്ന് കേരളത്തിന് വലിയൊരു വികസനം എന്ന് മാത്രമല്ല വലിയൊരു നന്മയാണ്. അതങ്ങനെയുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടി മുഖ്യമന്ത്രി അദ്ദേഹത്തെ എന്തെങ്കിലും കൂടി ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. കുറേ വികസനങ്ങളോട് നടത്തിയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ ഗുണങ്ങൾ അവർക്ക് കിട്ടിയെന്ന് കൂടെ ബോധ്യപ്പെടുത്താൻ ശ്രീ ഉമ്മൻചാണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഭരണത്തിൽ പലപ്പോഴും ഒരു കൂട്ടായ്മ ഇല്ലാതെ വരുന്നുണ്ട്.
കാരണം ഓരോരുത്തർക്കും ഒരുപാട് ഇൻട്രസ്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസ് ചില ഇൻട്രസ്റ്റ് വരും, അതിന് ലീഗിന് ഇൻട്രസ്റ്റ് വരും. അപ്പോൾ പൊതുനന്മ എന്നുള്ളത് നടപ്പിലാക്കി കൊണ്ടുവരാൻ ഈ ഉമ്മൻചാണ്ടി അദ്ദേഹം വളരെ കഷ്ടപ്പെടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ഈ തിരക്കിനിടയിലും നമ്മളോട് സംസാരിക്കാൻ ഇത്രയും സമയം കണ്ടെത്തിയതിൽ വളരെ നന്ദി. SNDPയുടെയും NSSൻ്റെയും ഈ ഒരു ഐക്യത്തിന് എല്ലാവിധമായ ഭാവങ്ങളും നേരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പ്രതിസന്ധികൾ തട്ടി തകർന്നു പോകുന്നത് പോലെ പ്രതിസന്ധികൾ തട്ടി തകരാതെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം പരോക്ഷമായിട്ടെങ്കിലും പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ കക്ഷി അതിൻ്റെ രൂപവും ഭാവവുമായി വരുന്ന സമയത്തേക്ക് വീണ്ടും ഒരിക്കൽ കൂടി അതിൻ്റെ നിലപാടുകളുമായി വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നന്മകൾ നേർന്നതിന് 100,000 നന്ദി.